ജ്യോതിപകം ജീവദായകം ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഗുഡ്നസ് TV ഒരുക്കുന്ന ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഇടപെടലിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ശ്രവിക്കുന്ന ഈ വചനം എന്നിലൂടെ, ഞങ്ങളിലൂടെ, ഞങ്ങളുടെ കുടുംബത്തിൽ പടർന്ന് പന്തലിക്കാൻ ഈശോയെ ഇടയാക്കണമേ. സങ്കീർത്തനം 119:74. ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചു. ഈശോയെ, വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, വചനത്തിൻ്റെ മുമ്പിൽ ജീവിതം മുഴുവൻ അർപ്പിച്ച അമ്മയെപ്പോലെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി അർപ്പിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓട്ടക്കാരന് വസ്ത്രം ഒരു തടസ്സമാണ്. അതുകൊണ്ട് ഓടുന്നവർ വളരെ ചുരുക്കം അത്യാവശ്യം വസ്ത്രമേ ധരിക്കാറുള്ളൂ. പാട്ടുകാരന് തണുത്ത ഭക്ഷണം തടസ്സമാണ്. അതുകൊണ്ട് ഐസ്ക്രീം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം അത് കഴിക്കാറില്ല. നൃത്തം ചവിട്ടുന്നവന് കട്ടിയായ ഭക്ഷണം തടസ്സമാണ്. അതുകൊണ്ട് നൃത്തച്ചുവട് വെക്കുന്നതിന് മുമ്പ് ഭക്ഷണം അമിതമായി അധികവും കഴിക്കാറില്ല. എന്നാൽ അതുപോലെ ആത്മീയ മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പാപസുഖങ്ങൾ ഒരു തടസ്സമാണ്. ആത്മീയതയിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക്, ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പാപസുഖങ്ങൾ തടസ്സമാണ്. അപ്പം അതുകൊണ്ട് അതിൽ നിന്നും അകന്നു നിൽക്കണം. മുമ്പ് പറഞ്ഞ വ്യക്തികളെല്ലാം ഇവയ്ക്ക് തടസ്സം നിൽക്കുന്ന മേഖലകളിൽ നിന്നും പരിപൂർണമായിട്ട് അകന്നു നിൽക്കുന്നത് പോലെ ആത്മീയമായിട്ട് വളരാനായിട്ട്, ദൈവോന്മുഖിയായി വളരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ദൈവോന്മുഖരായിട്ട് വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും അകന്നു നിൽക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വചനം ഇപ്രകാരം പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ ദൈവം കായേനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നുണ്ട് എന്ന് നീ ഓർമ്മിക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നീ അതിനെ കീഴടക്കണം. 3 കാര്യങ്ങളാണ് കായേനോട് ആദിയിൽ പറഞ്ഞു വയ്ക്കുക, ആരംഭത്തിൽ തന്നെ പങ്കുവയ്ക്കുക. അവൻ്റെ ജീവിതം സന്നിധിയിൽ നിന്നും വ്യതിചലിക്കുന്നു, അല്ലെങ്കിൽ ദൈവഹിതത്തിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളാണ് 3 കാര്യങ്ങൾ. പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നു എന്നത് ഓർമ്മിക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നീ ശ്രദ്ധിക്കണം. നീ അതിനെ അതുകൊണ്ട് കീഴടക്കണം. ആദ്യമേ തന്നെ കായനെ ഓർമ്മിപ്പിച്ചു വിട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും കർത്താവ് സമയാസമയങ്ങളിൽ പങ്കുവയ്ക്കുന്ന വചനം ഇതുതന്നെയാണ്, മറ്റൊന്നുമല്ല. അതായത് പാപം വാതിൽക്കൽ പതിയിരിക്കുന്നുണ്ടെന്ന കാര്യം ഓർമ്മിക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതിനെ കീഴടക്കണം. ഈ വചനം എനിക്ക് സൂക്ഷിക്കാനായിട്ട് സാധിച്ചാൽ, നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ചുകൊണ്ട് നടക്കാനായിട്ട് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. മാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ ഉത്തരോത്തരം വളർന്നു വരാനായിട്ടുള്ള മാർഗവും അതാണ്. ഈ ജാഗ്രത, ശ്രദ്ധ, ഉണർവ്, ഓർമ്മ സൂക്ഷിക്കാനായിട്ട് പറ്റുക എന്നുള്ള വചനത്തിൻ്റെ ബലം നമുക്ക് ശക്തി നൽകും. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, നനഞ്ഞ വിറകിൽ തീ പിടിക്കില്ല, അറിയാവുന്ന കാര്യമാണ്. ഇനി ഊതിയാൽ, ശക്തമായിട്ട് ഊതിക്കഴിഞ്ഞാൽ തീ ചിലപ്പോൾ പിടിച്ചേക്കാം. എന്നാലും ഊത്ത് നിർത്തിക്കഴിഞ്ഞാൽ തീ വീണ്ടും കെട്ടുപോകും. അത് നനഞ്ഞ വിറക് കത്താത്തതുപോലെ പാപസുഖ നനവുള്ള ഹൃദയത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് ജ്വലിക്കില്ല. പരിശുദ്ധാത്മാവ് തൻ്റെ തീ കത്തിക്കില്ല.
അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സദാ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പാപസുഖത്തിൻ്റെ നനവുള്ള ഹൃദയത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് ഇടപെടാനോ പരിശുദ്ധാത്മാവിന് ഇറങ്ങി വരാനോ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനോ സാധിക്കില്ല എന്നുള്ള ഒരു വലിയ സത്യം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്, വലിയൊരു ബോധ്യമാണ്, വലിയൊരു അറിവാണ്, വലിയൊരു ജ്ഞാനമാണ് നമുക്ക് നൽകുന്നത്. പാപസുഖ നനവുള്ള ഹൃദയത്തിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റില്ല. പാപസുഖ നനവുള്ള ഒരു ഹൃദയത്തിൽ, ഒരു ജീവിതത്തിൽ ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. പാപസുഖ നനവുള്ള ഒരു ഹൃദയത്തിൽ, ഒരു ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരില്ല. പാപസുഖ നനവുള്ള ഒരു ജീവിതത്തിൽ, ഒരു ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് തൻ്റെ ശക്തി, തീ കത്തിക്കാനായിട്ടും പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു ഉദാഹരണമുണ്ട്. യാക്കോബിൻ്റെ 12 പുത്രന്മാരെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ യാക്കോബിൻ്റെ 4-ാമത്തെ പുത്രനാണ് യൂദ. ഈ യൂദയെ നശിപ്പിച്ചത്, തകർത്ത് കളഞ്ഞത് ഇവൻ്റെ ഈ അശ്രദ്ധയാണ്. പാപം വാതിൽക്കൽ തന്നെ പരിഹരിപ്പുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ല, നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നുള്ള കാര്യം ഓർമ്മിച്ചില്ല, കീഴടക്കാൻ പരിശ്രമിച്ചുമില്ല. അവിടെ യൂദ പരാജയപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൽ 16-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ടൊരു ഉദാഹരണം കാണുന്നതാണ് സാംസണിൻ്റെ കാര്യമാണ്. സാംസണിനെ കുറിച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം. പല കാര്യങ്ങൾ അവൻ ചെയ്തതും അവസാനം അവൻ വീണുപോയ കാര്യങ്ങളും എല്ലാം അറിയാം. 20 വർഷം അവൻ ന്യായാധിപനായിരുന്നു, ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്നു എന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. നീണ്ട 20 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ നല്ല വർഷങ്ങൾ മുഴുവൻ ഇസ്രായേലിനെ ഭരിച്ചവനായിരുന്നു ഈ സാംസൺ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 13:25 പങ്കുവയ്ക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളത് വചനം നൽകുന്നുണ്ട്, ഉദാഹരണമാണ്. 13-ാമത്തെ അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 25-ാമത്തെ വചനം ഇപ്രകാരം പങ്കുവയ്ക്കുന്നു: കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 15-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. സാംസണിനെ കുറിച്ച് പങ്കുവയ്ക്കുന്നിടത്ത് വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ നമ്മൾ കാണുന്നതാണ്, കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ എപ്പോഴും പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം ആവർത്തിച്ചോർപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗമാണ് ഈ 15-16 അധ്യായങ്ങളൊക്കെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. അപ്പോൾ ഈ 20 വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്ന ഈ സാംസണിനെ വീഴ്ത്തിക്കളഞ്ഞത് ദലീല എന്ന സ്ത്രീയുടെ ഇടപെടലാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. വിവാഹം കഴിച്ചു അതിന് ശേഷം ഈ സ്വൈരിണി, അവളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നതാണ്, ഒരു സ്വൈരിണിയെ അവൻ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്, സ്വൈരിണിയെ. അപ്പോൾ ഇവളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നതാണ് കർത്താവിൻ്റെ ഹിതപ്രകാരം ചെയ്യാനായിട്ട് വിമുഖത കാണിച്ച് മാറി നിന്നപ്പോൾ അത് അവനെ വീഴ്ത്തിക്കളഞ്ഞു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പാപസുഖ നനവ് ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റിക്കളയാനായിട്ട് അവൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പാപസുഖത്തിൻ്റെ നനവ് അത് തിരിച്ചറിഞ്ഞതേ തിരുത്താനായിട്ട് തയ്യാറാകാതെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ അത് അധപതിപ്പിച്ചു, വീഴ്ത്തിക്കളഞ്ഞു. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 30 മുതലുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണും, പായസം നൽകിയ സുഖത്തിൻ്റെ നനവ് സൂക്ഷിച്ച മനുഷ്യനായിരുന്നു ഏസാവ്. അതുകൊണ്ട് ഈ പായസം നൽകിയ സുഖത്തിൻ്റെ നനവ് സൂക്ഷിച്ച് അത് എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് അവൻ്റെ കടിഞ്ഞൂലവകാശം അവൻ കളഞ്ഞു കുളിച്ചു. അങ്ങനെ ഒരു അബദ്ധം പറ്റിയ ഏസാവിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട് ഉദാഹരണമായിട്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 2 മുതലുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണും, അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, വെള്ളി നാണയങ്ങൾ നൽകിയ സുഖത്തിൻ്റെ നനവുള്ള ഹൃദയം മാറ്റാനായിട്ട് യൂദാസ് ശ്രദ്ധിച്ചില്ല. വെള്ളി നാണയങ്ങൾ നൽകിയൊരു സുഖമുണ്ട്, അതൊരു പാപത്തിലേക്കുള്ളൊരു സുഖമായിരുന്നു. അതിൻ്റെ നനവ് അവൻ സൂക്ഷിച്ചു, അതിൽ നിന്ന് മാറാനായിട്ട് അവൻ തയ്യാറായില്ല. അപ്പോൾ ഈശോയെ ഒറ്റാൻ അവനെ അത് പ്രേരിപ്പിച്ചു. അപ്പോൾ ആ നനവുള്ള ഹൃദയത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ, ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധം പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈശോയെ ഒറ്റിക്കൊടുക്കാനായിട്ട് അത് അവനെ പ്രേരിപ്പിച്ചു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പാപവും പാപസുഖവും പാപകരമായ നോട്ടവും നേട്ടവുമെല്ലാം ഹൃദയം കൊണ്ട് ഉപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുറത്ത് പറഞ്ഞ് നമ്മൾ പലതും ഉപേക്ഷിക്കുന്നുണ്ട്, ഞാനും നിങ്ങളും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾക്കറിയാം, വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലൂടെ നമ്മളെല്ലാം കടന്നു പോയിട്ടുള്ളവരാണ്, ഇനിയും കടന്നു പോകാനുള്ളവരുമാണ്. അപ്പോൾ പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കും,
ഏറ്റുപറഞ്ഞത് ഉപേക്ഷിക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാണ്. പക്ഷേ ഉള്ളുകൊണ്ട് ഉപേക്ഷിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് തിരുവചനം നമ്മളെ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. നൽകുന്ന ബോധ്യം അതാണ്. തിരുവചനം നമുക്ക് നൽകുന്ന ബോധ്യം അതാണ്. ഉള്ളുകൊണ്ട് ഞാനതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും. പക്ഷെ ഉള്ളുകൊണ്ട് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകത്തുകൊണ്ടാണ് വീണ്ടും അത് കയറി നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്ന് വചനം നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹൃദയം കൊണ്ട് ഉപേക്ഷിച്ച് കർത്താവിനെ രക്ഷകനായിട്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റു പറയാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ആകണം നമ്മളുടെ തീഷ്ണത എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടതാണ് ഹൃദയം കൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിനെ രക്ഷകനായി വിശ്വസിച്ച് ഏറ്റു പറയുക എന്നുള്ളതാണ്. തീഷ്ണതയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം, ചിലരൊക്കെ പാപം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുക്കും. പാപം ചെയ്യില്ല, പക്ഷേ അതിനെക്കുറിച്ചുള്ള ഓർമ്മ പോലും കളയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? സംഭവിക്കുന്നതാണ്, പണ്ട് ചെയ്ത അല്ലെങ്കിൽ മുമ്പ് ചെയ്ത പാപം നൽകിയ സുഖത്തിൻ്റെ ഓർമ്മ നനവായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കും, അതിനെ താലോലിക്കും. പണ്ട് ചെയ്ത പാപത്തിന് മുമ്പ് ചെയ്ത പാപം നൽകിയ സുഖത്തെക്കുറിച്ചുള്ള ഓർമ്മ നനവായ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിന് ഇടപെടാനോ പ്രവർത്തിക്കാനോ ജ്വലിപ്പിക്കാനോ പറ്റത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആത്മാവിന് ഒരിക്കലും തീഷ്ണതയിൽ ജ്വലിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ കിടക്കത്തുള്ളൂ. തീഷ്ണതയിൽ മാന്യം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. തീഷ്ണതയിൽ ജ്വലിക്കാനായിട്ട് പറ്റാതെ പോകുന്നതിൻ്റെ കാരണം അതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണും, ഇതാണ്: പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. ഈശോ പറഞ്ഞതാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല എന്ന്. അതുകൊണ്ട് അതുപോലെയുള്ള ഒരു പ്രാർത്ഥന തീഷ്ണതയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി, ആത്മീയതയിൽ വളരാനായിട്ട് ഉത്തരോത്തരം വളരെ അഭിവൃദ്ധിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സൂക്ഷിക്കണം എന്നുള്ള വചനം ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തിൻ്റെ കുറവ് പ്രാർത്ഥനയുടെ കുറവിലേക്ക് നയിക്കും. പ്രാർത്ഥിക്കാനായിട്ടുള്ള മടി കാണിക്കും, അതിലേക്ക് പ്രേരിപ്പിക്കും. പ്രാർത്ഥിക്കാൻ മടി തോന്നിക്കും. വിശ്വാസക്കുറവ് പ്രാർത്ഥനക്കുറവിലേക്ക് നയിക്കും. പ്രാർത്ഥനക്കുറവ് പാപത്തിന് ശക്തി ആർജിക്കാനായിട്ട് ഇടയാക്കും. വിശ്വാസത്തിൻ്റെ കുറവ് പ്രാർത്ഥന കുറയ്ക്കും. പ്രാർത്ഥനയുടെ കുറവ് പാപം ശക്തി ആർജിക്കാനായിട്ട്, ജീവിതത്തിൽ പാപം ശക്തി ആർജിക്കാനായിട്ട് ഇടയാവരുത്തുന്ന കാര്യമാണ് എന്നും തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ ഒരുവൻ ഒറ്റിക്കൊടുക്കും. അപ്പോൾ 11 പേര് ശിഷ്യന്മാർ, 12 ശിഷ്യന്മാരിൽ 11 പേരും പറഞ്ഞു, കർത്താവേ അത് ഞാനല്ലല്ലോ എന്ന് പറഞ്ഞു. ഓരോരുത്തരും പറഞ്ഞു, കർത്താവേ അത് ഞാനല്ലല്ലോ എന്ന്. പക്ഷെ യൂദാസ് മാത്രം പറഞ്ഞു, ഗുരു അത് ഞാനാണോ? കർത്താവെ എന്ന് വിളിക്കാൻ പോലുമുള്ള രീതിയിൽ അവൻ്റെ ഹൃദയം ഒരുക്കമുള്ളതായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ, മുമ്പ് കണ്ട നമ്മൾ 30 വെള്ളിക്കാശിൻ്റെ ആ സുഖം, അത് നൽകിയ പാപസുഖത്തിൻ്റെ നനവ് അവനെ മതിച്ചിരുന്നു, അവനെ പിടിച്ചിരുന്നു. അതുകൊണ്ട് കർത്താവെ എന്ന് വിളിക്കാൻ പോലും യൂദാസിന് സാധിച്ചില്ല. ഗുരു എന്നാണ് വിളിക്കുക, ഗുരു എന്നാണ് അഭിസംബോധന ചെയ്യുക. പ്രിയപ്പെട്ടവരെയും, വിശ്വാസത്തിൻ്റെ തീഷ്ണത അതോടുകൂടി അവനെ നഷ്ടപ്പെട്ടു. കാരണം പാപം ചെയ്യാനായിട്ടുള്ള, പാപത്തെക്കുറിച്ചുള്ള 30 വെള്ളിക്കാശിനെക്കുറിച്ചുള്ള അത് കിട്ടുന്ന സുഖത്തിൻ്റെ ഓർമ്മ, ആ ഓർമ്മയുടെ നനവ് അവൻ്റെ തീഷ്ണതയെ, വിശ്വാസത്തിൻ്റെ തീഷ്ണതയെ കെടുത്തിക്കളഞ്ഞു. ഇതാണ് നമ്മുടെ സുവിശേഷത്തിൽ കാണുന്ന, ഈ തിരുവചനത്തിൽ കാണുന്ന ഒരു അർത്ഥം. അതാണ് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൻ്റെ അർത്ഥം അതാണ്. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 3-4 വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ 30 വെള്ളിക്കാശ് തിരിച്ചേൽപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. തിരിച്ചുകൊണ്ട് അവരുടെ പക്കൽ കൊടുക്കാനായിട്ട് പോവാണ് പുരോഹിതരുടെ അടുത്ത് ദേവാലയത്തിൽ. അപ്പോൾ അവരത് വേണ്ട, നിൻ്റെ ആണെന്ന് പറഞ്ഞ് നിരസിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചേൽപ്പിക്കാനായിട്ട് പോകുമ്പോഴും അവൻ പറയുന്നത് എന്താ? നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു. കർത്താവിന് ഞാൻ ഒറ്റിക്കൊടുത്തു എന്നല്ല പറയുന്നത്, നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു എന്നവന്. കർത്താവെന്നൊരു വാക്ക് വിളിക്കാൻ പോലും അവന് പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം തീഷ്ണതയിൽ മാന്യം, വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ മാന്യം ഭവിച്ചു. അതുകൊണ്ട് പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവിൻ്റെ തീയാൽ ജ്വലിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്, ആത്മീയ ജീവിതത്തിൽ ആത്മാവിൽ വളരാനായിട്ട് പറ്റാതെ പോയി. അതുപോലെ പാപത്തിൻ്റെ സുഖം നൽകിയ നനവിൽ പെട്ടുപോയി, ചതുപ്പിൽ പെട്ടുപോയി. അതിൽ നിന്ന് കരകയറാനായിട്ട് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് യൂദാസിന് ഇങ്ങനെയുള്ള പല പല അബദ്ധങ്ങൾ പിന്നാലെ വരാനായിട്ടിടയായത്. എന്നാൽ പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ, തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്, കർത്താവിൻ്റെ ഒരു നോട്ടം അവനെ മുഴുവൻ അടിമുടി അവനെ മാറ്റി. കർത്താവ് തിരിഞ്ഞവനെ നോക്കിയെന്നാണ് വചനം പറയുക. തിരിഞ്ഞു നോക്കിയതോടുകൂടി ആ തീഷ്ണതയിൽ വന്ന മാന്യത്തെക്കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞു.
തിരിച്ചറിഞ്ഞവൻ തിരുത്താൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അവന് വീണ്ടും കരകയറി വരാനായിട്ട് സാധിച്ചത് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്പോൾ ഇപ്രകാരം കാണും: ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പം രക്ഷ പ്രാപിക്കാനായിട്ടുള്ള വശവും വഴിയും ഈശോ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. ആകയാൽ യേശു കർത്താവാണ്. പൗലോസ്ലീഹ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ രക്ഷാനുഭവത്തിലേക്ക് വരാനായിട്ടുള്ള മാർഗമാണ് ആത്മീയ തീഷ്ണതയിൽ ജ്വലിക്കുക എന്നുള്ളത്. ആത്മീയ തീഷ്ണതയിൽ ജ്വലിക്കാനുള്ള മാർഗമാണ് വചനത്തോട് വിശ്വസ്തത, വിശ്വാസം പുലർത്തുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഏറ്റുപറയാനായിട്ട് പറ്റുക പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ സാധ്യമല്ല. യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാനായിട്ട് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ സാധ്യമല്ല എന്നും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പാപകരമായതിനെ താലോലിക്കുക വഴി ആത്മാവിനെ നിർവീര്യമാക്കുകയാണ് ചെയ്യുക, അങ്ങേയറ്റം നിർവീര്യമാക്കുക. പാപകരമായതിനെ താലോലിക്കുക വഴി ആത്മാവിനെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിന് ജ്വലിക്കാൻ പറ്റത്തില്ല. പാപ സാഹചര്യങ്ങളെയും പാപസുഖങ്ങളെയും പാപകരമായിട്ടുള്ള ഓർമ്മകളെയും മനസ്സിൽ മനുഷ്യൻ താലോലിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ആത്മാവിനൊരിക്കലും ജ്വലിക്കാനായിട്ട് പറ്റത്തില്ല ജീവിതത്തിലുള്ള കാര്യം. സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ പരിശുദ്ധാത്മാവോദിസ എന്ന കുദാശയിലൂടെയും സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ. ഫലങ്ങളും വരങ്ങളും ദാനങ്ങളുമെല്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ടവരാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ഒക്കെ നിറഞ്ഞ് ജ്വലിക്കേണ്ടവരാണ്, ജ്വലിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ അത് സാധ്യമല്ല. എന്തെങ്ങനെ? പാപകരമായിട്ടുള്ള സുഖങ്ങളെ മനസ്സിൽ, ജീവിതത്തിൽ, ഹൃദയത്തിൽ താലോലിച്ച് ജീവിക്കുന്ന ഒരു ആത്മാവിൽ ജ്വലിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പാപസുഖത്തിൻ്റെ നനവുള്ള ഓർമ്മ. അത് താലോലിക്കുന്ന ഒരു വ്യക്തിക്കും ആത്മാവിനാൽ ജ്വലിക്കാനോ ആത്മാവിൻ്റെ തീഷ്ണതയിൽ വളരാനോ സാധിക്കില്ല എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം അതുകൊണ്ട് ഈശോ ഓർമ്മപ്പെടുന്നുണ്ട്: ഈ ജനം അധരം കൊണ്ട് കണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും ഏറെ ദൂരെയാണ്. ഈ ജനം ആദരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും ഏറെ ദൂരെയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മൾ ഏറ്റുപറഞ്ഞ് പുറമെ ഉപേക്ഷിക്കും, പക്ഷേ ഉള്ളിൽ ആന്തരികമായി നമ്മളത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഹൃദയത്തിൽ നിന്നും എടുത്ത് പുറത്ത് നീക്കിക്കളയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദരം കൊണ്ട് ഏറ്റുപറയുന്ന പാപത്തിൽ നിന്നും ഹൃദയം കൊണ്ട് പുറത്ത് കടക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് അപകടം ഉണ്ടാക്കും. അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്ന പാപത്തിൽ നിന്നും ഹൃദയം കൊണ്ട് പുറത്ത് കടക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് വീണ്ടും നമ്മളെ അടിപ്പെടുത്തും, അപകടത്തിൽപ്പെടുത്തും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പാപകരമായിട്ടുള്ള കാര്യങ്ങളെ താലോലിക്കുന്ന ഒരു ജീവിതത്തിൽ ആത്മാവിനൊരിക്കലും ജ്വലിച്ച് നിൽക്കാനായിട്ടും കത്തിക്കാനായിട്ടും പറ്റത്തില്ല എന്നുള്ളത്. ദൈവത്തിലേക്ക് വളരാനായിട്ട് ഇത് തടസ്സം നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കണം, നിഹനിക്കണം. അത് ചെയ്യുക തന്നെ വേണമെന്നും വചനത്തിൻ്റെ പിൻബലം നമുക്ക് നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് ചിലതെല്ലാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് ചിലതെല്ലാം ജീവിതത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടും ഉണ്ട്. 3 കാര്യങ്ങളാണ്. ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്, ചിലതെല്ലാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്, ചിലതെല്ലാം കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുമുണ്ട്. ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടാനും വളരാനുമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ തിരുവചനം ഈശോ ഓർമ്മപ്പെടുത്തും: തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ അതുകൊണ്ട് നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അച്ഛൻ മുമ്പ് പങ്കുവെച്ചു വന്നതാണ്, ചിലതെല്ലാം ഉപേക്ഷിക്കണം. ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർ ചിലതെല്ലാം ഉപേക്ഷിക്കണം, ചിലതെല്ലാം സ്വീകരിക്കണം, ചിലതെല്ലാം കൂട്ടിച്ചേർക്കണം. അപ്പോൾ വചനം പറയുന്നത് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 14:33: തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ, തടസ്സം നിൽക്കുന്നതെല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും എൻ്റെ ശിഷ്യനായിട്ട് വരാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമുക്കറിയാം, ആദ്യം കണ്ട 2-3 ഉദാഹരണങ്ങൾ. ട്രാക്കിൽ ഓടാൻ നിൽക്കുന്നവർ തടസ്സമായിട്ട് നിൽക്കുന്നതിനെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഓട്ടത്തിൽ ശോഭിക്കില്ല. അപ്പോൾ പാടാൻ നിൽക്കുന്ന ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി ഐസ്ക്രീം അല്ലെങ്കിൽ തണുത്തത് ഉപേക്ഷിച്ച് തണുത്തത് പാപമായിട്ടല്ല, ധരിക്കുന്ന വസ്ത്രം പാപമായിട്ടല്ല, പക്ഷെ അത് ആ സമയത്ത് അത് ശരിയല്ല, അത് ശോഭിക്കില്ല, പാട്ട് ശോഭിക്കില്ല.
ഓട്ടം അത് അതിൻ്റെ പൂർത്തിയിലെത്തിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അത് ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. അതുപോലെ ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഈ പാപം നൽകുന്ന സുഖവും അതിൻ്റെ നനവും, രണ്ട് കാര്യങ്ങളാണ്: പാപം നൽകുന്ന സുഖവും അതിൻ്റെ നനവും, ഇനി ചേർത്ത് അതിൻ്റെ ഓർമ്മയും. പാപം നൽകുന്ന സുഖം, അതിൻ്റെ നനവ്, അതിൻ്റെ ഓർമ്മ, 3 കാര്യങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും ആഴപ്പെടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കേണ്ടത്, പ്രിയപ്പെട്ടവരേതാണ്, ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ, വിശുദ്ധ ജീവിതത്തിൽ ശക്തിപ്പെടാൻ, വിശ്വാസ ജീവിതത്തിൽ വളരാൻ, സമർപ്പണ ജീവിതത്തിൽ ആഴപ്പെടാനുള്ള മാർഗം എന്നുള്ളത് എന്താണ്? അതിതാണ്, ചില ഉപേക്ഷിക്കലുകളാണ്, ചിലത് സ്വീകരിക്കലുകളാണ്, ചിലതിൽ കൂട്ടിച്ചേർക്കലുകളുമാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ ഉത്തരോത്തരം വളരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനത്തിൽ പത്രോസ്ലീഹ ഈശോയോട് പറയുന്നുണ്ട്, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഈശോ ഉടനെ മറുപടി പറയുന്നത്, അതിന് അതുപോലെ ഇരട്ടി 100 ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈശോ നൽകുന്ന ഉറപ്പ്. എല്ലാം ഉപേക്ഷിച്ച്, എന്നുവെച്ചാൽ ഈ ജീവിതത്തിന്, നിന്റെ ശിഷ്യനായിട്ട് നിൽക്കുന്ന ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ്ലീഹ പറയുമ്പോൾ ഈശോ കൊടുക്കുന്ന വാഗ്ദാനമാണ്, അതിന് 100 ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനങ്ങളിലും മത്തായിയെ വിളിക്കുമ്പോൾ അവൻ എല്ലാം ഉപേക്ഷിച്ച് അനുഗമിച്ചു എന്നാണ് വചനം പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു എന്നാണ്. ഈ ജീവിതത്തിന് ചേരാത്തതെല്ലാം ഉപേക്ഷിച്ച് അനുഗമിക്കാനായിട്ടുള്ള ഒരു തീഷ്ണത, ഒരു താല്പര്യം, ഒരു ആഗ്രഹം, അത് വർദ്ധിപ്പിച്ചെടുക്കുക, വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് ചെയ്യേണ്ട കാര്യം. അത് ചെയ്യുന്നില്ലെങ്കിൽ തളരത്തുള്ളൂ, താഴത്തുള്ളൂ, വീഴത്തുള്ളൂ. മാത്രമല്ല ആത്മാവ് ജ്വലിക്കില്ല, കത്തുകില്ല, കത്തിപ്പടരുകയുമില്ല. അതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയുടെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്, ധനികനായ ചെറുപ്പക്കാരനെ പോലെ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്നുള്ള ഉപേക്ഷിച്ച് പോകാതെ, ഞാൻ ശ്രദ്ധിക്കാം എന്നുള്ള ഉറപ്പോടുകൂടി, ചങ്കുറപ്പോടുകൂടി വചനത്തിന് മുമ്പിൽ കാതോർക്കാൻ, അടുത്തു വരാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് പാപം നൽകുന്ന സുഖവും അതിൻ്റെ നനവും അതിൻ്റെ ഓർമ്മയും അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആത്മീയമായിട്ട് വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് വചനം നമുക്ക് നൽകുന്ന വലിയ ബോധ്യം, ഉൾക്കാഴ്ച. നമുക്കത് ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.